ഹലോ ഫ്രണ്ട്സ്, ഫുൾ മീ വേർഡ്സിന്റെ അവസാന എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ പാട്ടിൽ മായ ഷെയ്നോട് ജോയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് പറയുന്നു. ഷെയ്ൻ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നു. തന്റെ സഹോദരിയെ കൊന്നത് ജോയാണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ജോയുടെ കള്ളത്തരങ്ങൾ തന്റെ സിസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു, അതുകൊണ്ട് ജോ അവളെ കൊലപ്പെടുത്തി. ഈ സമയം 4 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം കാണിക്കുന്നു. മായയുടെ സിസ്റ്റർ അവളുടെ വീട്ടിലാണ്. ഈ സമയം കില്ലർ ആ വീടിനകത്തേക്ക് കടക്കുന്നു. അയാൾ മുഖംമൂടി അണിഞ്ഞിട്ടുണ്ട്. അവളെ വെടിവെച്ച് കൊലപ്പെടുത്തി അവിടെ റോബറി നടന്ന രീതിയിൽ ആ കള്ളൻ സാധനങ്ങൾ വലിച്ചിടുന്നു. എന്നിട്ട് അയാൾ പുറത്തേക്ക് കടക്കുന്നു. അയാളുടെ മുഖംമൂടി അയാൾ മാറ്റുന്നു. അപ്പോഴാണ് അത് ജോയാണ്. മായ പറഞ്ഞത് സത്യമാണ്. തന്റെ സിസ്റ്റർ കൊല്ലപ്പെട്ടതിൽ മായ വളരെയധികം ദുഃഖിതയായിരുന്നു. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? ആരായിരിക്കും അവളെ കൊന്നത്? ഒരു ദിവസം മായ തന്റെ ആ തോക്കെടുത്ത് നോക്കുകയായിരുന്നു. അതിൽ ജോയുടെ ഫിംഗർ പ്രിന്റ്സ് അവൾ കാണുന്നു. ഇത് അവൾ സംശയം ഉണ്ടാക്കുന്നു. മായയുടെ സിസ്റ്റർ കൊല്ലപ്പെട്ടത് വെടിയേറ്റിട്ടാണ്, അതും ഇതേപോലുള്ള തോക്കിൽ നിന്ന്. മായയ്ക്ക് സംശയമായി. അതിനായി അന്ന് അവൾ ഷെയ്ന്റെ സഹായം തേടിയിരുന്നു. അവൾ ഒരു ബുള്ളറ്റിന് ടെസ്റ്റ് എടുത്ത് കൊടുക്കാൻ പറയുന്നു. അത് സെയിം ഗണ്ണിൽ നിന്നാണോ തന്നെ അറിയണം. അതായിരുന്നു അവളുടെ ആവശ്യം. അങ്ങനെയാണ് തന്റെ ആ ഗണ്ണിൽ നിന്നാണ് സിസ്റ്ററിന് വെടിയേറ്റിട്ടുള്ളതെന്ന് അവൾ മനസ്സിലാക്കുന്നത്. താനല്ലെങ്കിൽ പിന്നെ അത് ആക്സസ് ഉള്ളത് ജോയ്ക്കാണ്. അപ്പോൾ തന്റെ സിസ്റ്ററിന്റെ കൊലപാതകത്തിൽ ജോയ്ക്കാണ് പങ്ക്. ഇത് മനസ്സിലാക്കിയ മായ ജോയെ കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ സിസ്റ്ററെ കൊലപ്പെടുത്തിയത് ജോയാണെന്ന് മനസ്സിലാക്കിയ മായ അവനെ ഫോൺ ചെയ്ത് തനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നു. താൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്നും രാത്രി 9 മണിക്ക് തന്നെ പാർക്കിൽ വന്ന് കാണാൻ മായ അവനോട് ആവശ്യപ്പെടുന്നു. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ ഡീആക്ടിവേറ്റ് ചെയ്തിരുന്ന ആ ഗണ്ണ് ഈ ഒറിജിനൽ ഗണ്ണുമായി മാറുന്നു. ജോ പാർക്കിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഗണ്ണെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ബുള്ളറ്റുള്ള ഗണ്ണുമായി അവൾ പാർക്കിലെത്തുന്നു. ജോയും ആ പാർക്കിലെത്തുന്നു. അവിടെ വെച്ച് അവൾ നീയാണ് ക്ലിയറിയെ കൊന്നതെന്ന് എനിക്കറിയാമെന്ന് അവനോട് പറയുന്നു. മായയ്ക്ക് എല്ലാം അറിയാമെന്ന് ജോയ്ക്ക് മനസ്സിലാവുന്നു. അവൻ അവളെ കൊല്ലാനായി ആ ഗണ്ണെടുക്കുന്നു. പക്ഷേ അതിൽ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മായ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവനെ വെടിവെച്ച് കൊല്ലുന്നു. പക്ഷേ മായ ജോയെ കൊല്ലുന്നത് ആ കോച്ചിന്റെ മകന്റെ കൂട്ടുകാരൻ കണ്ടിട്ടുണ്ടായിരുന്നു. സാമി ഈ സമയം അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അന്ന് പാർക്കിൽ എന്താണ് നടന്നതെന്ന് പറയാൻ സാമി അവനോട് ആവശ്യപ്പെടുന്നു. എന്തായാലും ഷെയ്ന് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. അവൻ മായയുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. നേരത്തെ നാനിയെയും അവളുടെ ബോയ്ഫ്രണ്ടിനെയും മായ ആ വണ്ടിയുടെ ഡിക്കിയിൽ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഷെയ്ൻ അവരെയുമായി ഒരു വിജനമായ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് അവരെ അവിടെ തുറന്നു വിട്ട് അവൻ അവിടുന്ന് പോകുന്നു. ഈ സമയം കോച്ചിന്റെ മകന്റെ കൂട്ടുകാരിൽ നിന്ന് മായയാണ് അന്ന് ജോയെ കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞ സാമി ഈ വിവരം മാർട്ടിയെ വിളിച്ച് പറയുന്നു. പക്ഷേ സാമി സസ്പെൻഷനിലാണല്ലോ, അതുകൊണ്ട് തന്നെ മായയെ ഫോളോ ചെയ്യണ്ട എന്ന് മാർട്ടി സാമിയോട് പറയുന്നുണ്ട്. പക്ഷേ സാമി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവളുടെ കാറിലുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് തരാൻ മാർട്ടിയോട് സാമി ആവശ്യപ്പെടുന്നു. ഈ സമയം മായ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. സാമി അവളെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. മാർട്ടിയും ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. പക്ഷെ മായ തന്റെ കാറ് എഡിയുടെ കാറുമായി വെച്ചു മാറിയിരുന്നല്ലോ. ഇത് മനസ്സിലാക്കാതെയാണ് സാമിയും മാർട്ടിയും ആ കാർ ഫോളോ ചെയ്തത്. ഈ സമയം എഡി ലില്ലിയെ പിക്ക് ചെയ്ത് ഡേ കെയറിൽ നിന്ന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. സാമി എഡിയുടെ അടുത്തെത്തുന്നു. മായ എവിടെയെന്ന് ചോദിക്കുന്നു. തന്റെ കാറുമായിട്ടാണ് മായ പോയതെന്ന് എഡി പറയുന്നു. എഡിയുടെ ഫോണിൽ അവർ ആ കാറിലേക്കുള്ള ലൊക്കേഷൻ നോക്കുന്നു. ഈ സമയം മായ അവളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവൾ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ആലോചിക്കുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ വീട്ടിലിറങ്ങുകയാണ്. പെട്ടെന്നാണ് സാമി അവളെ പിടിക്കുന്നത്. സാമി അവളെ ഫോളോ ചെയ്ത് അവിടെ എത്തിയിരിക്കുന്നു. സാമിയുടെ പിടിപിടിവിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനവൾക്ക് സാധിക്കുന്നില്ല. താൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അവൾ സാമിയോട് പറയുന്നു. അടുത്ത സീനിൽ ജോയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ജോയുടെ അമ്മയും അവന്റെ സഹോദരനും അടക്കം കുറെ പേർ ഇരിക്കുന്നു. അവിടെ എന്തോ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ അവരുടെ ഫാർമസ്യൂട്ടിക്കലിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ സമയം മായ ആ വീടിന് പുറത്തെത്തായി കാണിക്കുന്നു. അപ്പോൾ അതിനർത്ഥം സാമി മായയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഈ സമയം സാമിയെ കാണിക്കുന്നു. മായയെ വിട്ടിട്ട് സാമി കോരയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവന്റെ എന്തൊരു സഹായം സാമിക്ക് ആവശ്യമുണ്ട്. ഈ സമയം മീറ്റിംഗിന് വന്ന എല്ലാവരെയും ജോയുടെ അമ്മയും സഹോദരങ്ങളും യാത്ര അയക്കുകയാണ്. അവർ മീറ്റിംഗ് സക്സസ് ആയതിന്റെ സന്തോഷത്തോടെ വീടിനകത്തേക്ക് കടക്കുന്നു. അവിടെ ഹോളിലെ സ്വിച്ച് ഓൺ ആക്കിയ ജോയുടെ അമ്മ മായ അവിടെ ഇരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മായയോട് അവർ ചോദിക്കുന്നു. മായ എന്തെല്ലാമോ ഉറപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്തായിരിക്കും മായയുടെ ഉദ്ദേശം? ഈ ഒരു സീനോടെ ഫുൾ മീ വൺസിന്റെ അവസാന എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.